ചോദിക്കുന്ന പടച്ചവനെ ജീവിതത്തിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും അല്ലാഹു ചോദിക്കുന്ന ഒരവസരമുണ്ടല്ലോ. അറിഞ്ഞു ചെയ്തത്, അറിയാതെ ചെയ്തത്, ഒറ്റയ്ക്ക് ചെയ്തത്, കൂട്ടമായി ചെയ്തത്, അഹങ്കാരത്തോടെ ചെയ്തത്, പടച്ചവനെ ചെയ്തു കൂട്ടിയത് മുഴുവനും അല്ലാഹു എണ്ണി എണ്ണി ചോദിക്കുന്ന ഒരു ദിവരംഗമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ, ഒന്നാമത്തെ സ്ഥലം വിചാരണയുടെ സ്ഥലമാണ് ആയിഷ. അല്ലാഹു വിചാരണ ചെയ്യുന്നതിന് വേണ്ടി മനുഷ്യനെ പിടിച്ചു നിർത്തുന്ന രംഗമുണ്ടല്ലോ. മനുഷ്യനും നിന്നെ ഒരാളും തിരിഞ്ഞു നോക്കൂല. ആയിഷ ബീവി റളിയല്ലാഹു തആല പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു, നബിയേ, രണ്ടാമത്തെ സ്ഥലമേതാ നബിയേ? എന്റെ പ്രിയമുള്ളവരെ, ചുമലിരിക്കുന്ന നമ്മുടെ വലത് തോളിലും ഇടത് തോളിലും ഇരിക്കുന്ന ആ രണ്ട് മലക്കുകൾ ഉറങ്ങാതെ 24 മണിക്കൂർ അവരിങ്ങനെ എഴുതി വെച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, നാളെ ആ കിതാബുണ്ടല്ലോ, ആ നന്മതിന്മകൾ എഴുതിയ കിതാബുണ്ടല്ലോ, പടച്ചറപ്പ് തൂക്കി നോക്കുന്ന രംഗമുണ്ടല്ലോ, ആ കിതാബ് നമ്മുടെ കയ്യിലേക്ക് എടുത്തു തരുന്ന രംഗമുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ആ സമയത്ത് ജനങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുകയാ, ആലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഇതെന്ത് കിതാബാ പടച്ചവന്, ഇതെന്ത് പുസ്തകമാ പടച്ചവന്? ജീവിതത്തിൽ ചെയ്തത് മുഴുവനും ഇതിനകത്തുണ്ടല്ലോ തമ്പുരാന്, ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ റഹ്മാന്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആയിഷ, രണ്ടാമത്തെ സ്ഥലമേതെന്നറിയുമോ? അത് മീസാനിന്റെ മുന്നിലാണ് ആയിഷ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കിടന്ന് കരഞ്ഞു വിറച്ചുകൊണ്ട് ആയിഷ ബീവി ചോദിച്ചു, നബിയേ, മൂന്നാമത്തെ സ്ഥലമേതാ നബിയേ? അപ്പയില്ലാത്ത, ഉമ്മയില്ലാത്ത, ഭാര്യയില്ലാത്ത, മക്കളില്ലാത്ത, കൂടപ്പിറപ്പില്ലാത്ത, കൂട്ടുകാരില്ലാത്ത, ശരീരത്തിന്റെ അവയവങ്ങൾ പോലും എതിരാകുന്ന പടച്ചറപ്പിന്റെ പരലോകത്തിലെ മൂന്നാമത്തെ സ്ഥലമേതാ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പടച്ചവനെ, നരകത്തിന്റെ മുകളിലൂടെ പടച്ചറപ്പ് വലിച്ചു കെട്ടിയിരിക്കുന്ന സുറാസ് എന്ന പാലമുണ്ടല്ലോ, ഒരു മുടി 7 മുറിച്ചിട്ട് അതിലൊരംശം എങ്ങനെയാണോ അതിനെക്കാളും നേർമയായ ഒരു പാലമുണ്ടല്ലോ, നരകത്തിന്റെ മുകളിലൂടെ അല്ലാഹു വലിച്ചു കെട്ടിയിട്ടുണ്ട്. ആ പാലത്തിന്റെ മുന്നിലേക്ക് ഒരു മനുഷ്യനെത്തിയാ, ഫലാ യദ്കുറു അഹദുൻ അഹദാ, പിന്നെ ഒരാളും ഒരു മനുഷ്യനെയും തിരിഞ്ഞു നോക്കില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീടിനകത്ത് കരഞ്ഞ് കരഞ്ഞ് തളർന്നു കിടക്കുന്ന ഭാര്യ, ആ ഭാര്യയുടെ കണ്ണുനീര് തുടച്ചു കൊടുക്കുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയേ, എന്നെ നിങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അവിടെന്ന് പറഞ്ഞു, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്. എങ്കിൽ ആയിഷ ബീബി ചോദിച്ചു, ഈ ഇഷ്ടം നാളെ പരലോകത്ത് വരുമ്പോഴും കാണും? അല്ലാഹുവിന്റെ കോടതിയിൽ വരുമ്പോ ഈ സ്നേഹം എന്നോടുണ്ടാകുമോ? എന്നെ കൂടെ ഒന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകുമോ? വല്ല പരിഗണനയും എന്നോട് കാണിക്കുമോ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, 3 സ്ഥലം പറയുന്നു, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅദനാ റബ്ബി യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മതി 70000 ലാ ഹിസാബ അലൈഹിം വലാ അദാബ മഅ കുല്ലി 1070. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുത്തു, ആയിഷ, അല്ലാഹു വിചാരണയ്ക്ക് വേണ്ടി ജനങ്ങളെ മുഴുവനും പിടിച്ചു നിർത്തുന്ന അവസ്ഥയുണ്ടല്ലോ, ആ അവസരമുണ്ടല്ലോ, ആ സമയത്ത് 70,000 പേര് വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകും ആയിഷ. ആ 70,000 പേരിൽ ഓരോ മനുഷ്യന്റെ കൂടെയും 70,000 ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ വിചാരണയില്ലാതെ ലക്ഷക്കണക്കിന് ആൾക്കാർ സ്വർഗത്തിലേക്ക് കടന്നു പോകും. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ, അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ആയിഷ ബീബി റളിയല്ലാഹു തആല